ജൂൺ 14 രാത്രി 9:30-ക്കാണ് ബ്രിട്ടന്റെ യുദ്ധവിമാനം F-35B തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. പക്ഷേ ഇതുവരെ വിമാനത്തിന്റെ മടങ്ങിപ്പോക്കിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആ അനിശ്ചിതത്വം ഇങ്ങനെ നീളുകയാണ്. 920 കോടി രൂപ വിലയുള്ളതാണ് ബ്രിട്ടന്റെ F-35B യുദ്ധവിമാനം. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? 2 ആഴ്ചയിലേറെയായി ഹൈഡ്രോളിക് തകരാറ് പരിഹരിക്കാനാകാതെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുന്നതിനാൽ പരിഹാസ കഥാപാത്രമായി. 5ാം തലമുറയിലെ അത്യാധുനിക യുദ്ധവിമാനമാണെന്ന പരിഗണനയൊന്നും കൊടുക്കാതെയാണ് ട്രോളുകൾ. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ചില സുവർണാവസരക്കാരും എത്തി. യുദ്ധവിമാനത്തെ പരസ്യ മോഡലാക്കി നേട്ടം കൊയ്യാൻ ആദ്യം ഇറങ്ങിയത് കേരള ടൂറിസമാണല്ലോ. മനോഹരമായ കേരളത്തിൽ വന്ന ശേഷം എനിക്ക് മടങ്ങിപ്പോകാൻ തോന്നുന്നില്ലെന്ന് F-35B പറയുന്ന പരസ്യവാചകമാണ് കേരള ടൂറിസം പുറത്തിറക്കിയത്. ബ്രിട്ടനിലെ പ്രമുഖ ദിനപത്രങ്ങളിലും ഇത് വാർത്തയായിട്ടുണ്ട്. സംഭവം വൻ ഹിറ്റായതോടെ മിൽമയും യുദ്ധവിമാനത്തെ നൈസായി അങ്ങ് ഉപയോഗിച്ചു. മിൽമയുടെ ലഘുപാനീയം കുടിച്ചാൽ F-35Bയുടെ തകരാറ് ഇപ്പോൾ ശരിയാക്കി കൊടുക്കാൻ കഴിയുമെന്ന്. പോകുന്നവരും വരുന്നവരുമെല്ലാം കയറി അങ്ങ് മേയുകയാണ്. ഇതൊക്കെ കൊണ്ടാകാം യുദ്ധവിമാനത്തെ എത്രയും വേഗത്തിൽ ഇവിടെ നിന്ന് പാക്ക് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയതായാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിലെ വാർത്ത. വിമാനത്തിന്റെ തകരാറ് പരിഹരിക്കാനായി 30 അംഗ സാങ്കേതിക വിദഗ്ധർ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. തകരാറ് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് വലിയ എയർക്രാഫ്റ്റ് കാരിയർ എത്തിച്ച് F-35B പൊളിച്ചു കൊണ്ടുപോകുമെന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധവിമാനത്തിന്റെ 2 ചിറകുകൾ അഴിച്ചുമാറ്റി എയർക്രാഫ്റ്റിൽ കയറ്റി കൊണ്ടുപോകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ ആഴ്ച തന്നെ F-35Bയുടെ തിരുവനന്തപുരം വാസം അവസാനിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.